ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 2-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ലേവ്യ പുസ്തകത്തിൽ യാഗങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ വായിക്കുന്നത്. പാപമോചനത്തിനും ശുദ്ധീകരണത്തിനും പ്രായശ്ചിത്തത്തിനും ഒക്കെ വേണ്ടിയാണ് യാഗങ്ങൾ അർപ്പിച്ചിരുന്നത്. തങ്ങളെ തന്നെ ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ ശുദ്ധീകരിക്കുവാനുള്ള മാർഗമാണ്. അതിൽ ഒന്നാമത്തെ യാഗം നമ്മളിതിൽ കണ്ടു, ഹോമയാഗം അഥവാ ദഹനബലി. ഇനി രണ്ടാമത്തെ യാഗത്തെക്കുറിച്ചാണ് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് ഭോജനയാഗമാണ്, അല്ലെങ്കിൽ ധാന്യ ബലിയാണ്. ഈ ബലിയുടെ പ്രത്യേകത, ഇതിൽ രക്തച്ചൊരിച്ചിലില്ല, ഒരു മൃഗത്തെയും ഇതിൽ കൊല്ലുന്നില്ല. മാവ്, വേവിച്ചതായ ധാന്യം, ഉപ്പ്, എണ്ണ എന്നിവ കൊണ്ടുള്ള ഒരു വഴിപാടാണിത്. ഭോജനയാഗത്തിൽ അഥവാ ഈ യാഗത്തിൽ പുളിച്ചതൊന്നും ഉണ്ടാവരുതെന്നാണ്. പുളിപ്പ് തിന്മയുടെ പ്രതീകമായിട്ടാണ് വേദപുസ്തകത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, സാധുക്യരുടെ ആ ദുരുപദേശത്തെ പുളിച്ച മാവിനോട് കർത്താവ് സാദൃശ്യം ചെയ്തു. നന്മയുടെ പ്രതീകമായി മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്നതായ ഉപമയിൽ കർത്താവ് പറയുന്നുണ്ട്. ഒരു കലം മാവിലൊരല്പം പുളിമാവ് ചേർത്താൽ പിറ്റേ ദിവസത്തേക്ക് ആ മാവ് മുഴുവൻ അത് ഏറ്റവും രുചിയുള്ളതായി മാറും. അത് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഉപമ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. പിന്നെ പുളിപ്പിൽ നിന്ന് പറയുന്നത് മുഴുവൻ തിന്മയുടെ പ്രതീകമായി പാപത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം അങ്ങനെ ആ തിന്മയുടേതായ എല്ലാ അനുഭവങ്ങളെയും നീക്കിക്കളയുക, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എന്നുള്ള ഒരു സൂചനയാണ് ഇതിലുള്ളത്. മറ്റൊരു കാര്യം ഇതിൽ പറയുന്നത്, ഈ മാവ് കൊണ്ട് ഇതുണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർക്കണമെന്നുള്ളതാണ്. ഉപ്പ് എന്നുള്ളത് നിത്യമായ നിയമത്തെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. സംഖ്യാപുസ്തകം 18:19 യഹോവയായ ദൈവം ഇസ്രായേലിനോട് പറയുന്നു, നിനക്കും നിന്റെ സന്തതിക്കും ഇത് എന്നേക്കും ഒരു ലവണ നിയമമാകുന്നു. ലവണമെന്ന് പറഞ്ഞാൽ ഉപ്പ്. നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും ഇത് ലവണ നിയമം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കേണ്ട നിയമമെന്നാണ് അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ തൻ്റെ മഹത്തായ ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, നമുക്കറിയാം, ഏത് വസ്തുവിനോട് ചേർക്കപ്പെടുന്നുവോ അതിൽ അലിഞ്ഞു ചേർന്ന് അതിനെ രുചിപ്പെടുത്തുന്നതായ പ്രവൃത്തിയാണ് ഉപ്പ് ചെയ്യുന്നത്. ഞാനെന്ന ഭാവം ഒരിക്കലും ഉപ്പ് കാണിക്കില്ല. ഞാനെന്ന ഭാവം ഉപ്പ് കാണിച്ചാൽ ഭക്ഷണപദാർത്ഥങ്ങൾ നമുക്ക് കഴിക്കാനാവില്ല. ആ ഉപ്പ് അതിൽ അലിഞ്ഞു ചേരുന്നത് കൊണ്ടാണ് അതിനെ രുചിപ്പെടുത്തുന്നത്. രണ്ടാമത്, ഉപ്പിൻ്റെ പ്രത്യേകത, ഏത് വസ്തുവിനോട് ചേർക്കപ്പെടുന്നുവോ അതിനെ കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പല സാധനങ്ങളും നമ്മൾ ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരെക്കുറിച്ച് ഉദ്ദേശിച്ചത്, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു രുചിപ്പെടുത്തുന്ന ആളാകണം. ഞാനെന്ന ഭാവം നിങ്ങൾ വെടിയണം. അത് ഞാനെന്ന ഭാവം വെടിയുന്നത് കൊണ്ടാണ് അത് അലിഞ്ഞു ചേരുന്നത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു രുചികരമായ അനുഭവമായിട്ട് മാറും. 2, വസ്തുക്കളെ കേടുകൂടാതെ അത് സൂക്ഷിക്കുന്നു. ദീർഘനാളുകളിലേക്ക് അത് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അത് നിത്യമായ നിയമത്തെയാണ് ഉപ്പ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിത്യമായി നിലനിൽക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, ഒരു നിയമത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അത് ഉപ്പ് ചേർക്കണമെന്നിവിടെ പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. എന്ന് പറഞ്ഞാൽ ഭോജനയാഗത്തിൽ ചേർക്കപ്പെടുന്ന ഉപ്പ് സൂചിപ്പിക്കുന്നത് യാഗമർപ്പിക്കുന്നവൻ എന്നേക്കും തന്നെ ദൈവത്തിന്
പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സമർപ്പണം 5 or 10 അല്ലെങ്കിൽ 50 വർഷത്തേക്കല്ല, ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കേണ്ടതായ ഒരു സമർപ്പണമാണിത്. അപ്പോൾ ഒന്നാമത്തെ യാഗം ഹോമയാഗം, രണ്ടാമത്തെ യാഗം ഭോജനയാഗം. ഇതിനകത്ത് രക്തച്ചൊരിച്ചിലില്ല. നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ രക്തം ചൊരിയുന്ന യാഗവും രക്തമില്ലാത്ത യാഗങ്ങളുമുണ്ട്. രക്തം ചൊരിയുന്ന യാഗം കർത്താവിൻ്റെ കാൽവറി യാഗത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, രക്തം ചൊരിയാത്ത യാഗം കർത്താവിൻ്റെ ശാന്തവും പാപരഹിതവും പിതാവിനെ തന്നെ സമർപ്പിച്ചുള്ള ആ വലിയ സമർപ്പണ ജീവിതത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഈ വേദഭാഗങ്ങൾ നമ്മെ സഹായിക്കട്ടെ. പിന്നെ ലേവ്യപുസ്തകം 2-ാം അധ്യായം വായിച്ച് നമ്മളും ദൈവത്തിന് ഒരു ലവണ നിയമം നമ്മൾ ചെയ്തവരാണ്. മാമോദീസയിൽ പിശാചിനെ ഉപേക്ഷിച്ച് ദൈവത്തെ സ്വീകരിച്ച് ആ ദൈവപുത്രന്മാരായി തീർന്നിട്ടുള്ള നമുക്ക് ആ ദൈവവുമായുള്ള ദിവ്യമായ ബന്ധത്തിൽ ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.